സുഹൃത്തുക്കളെ, ഇതാ നമുക്കൊരു ലോട്ടറി, വീണ്ടും ലോട്ടറി അടിച്ച്, ലോട്ടറി അല്ല, അപ്രതീക്ഷിതമായ തേനീച്ചക്കൂട്ടിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. നമ്മുടെ ചെറുതേനീച്ചക്കൂട് വിജയിച്ചിരിക്കുകയാണ്. തേനീച്ചക്കൂട് വിജയിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ? ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് തുറന്ന് നോക്കി പറഞ്ഞതാണ് കൂടാണിത്. ഒരിക്കലും വിജയിക്കില്ല എന്ന്. കാരണം റാണിസെല്ലില്ലാതെ പിരിച്ചു വെച്ച കൂട്, റാണിസെല്ലില്ലാതെ പിരിച്ചു വെച്ച കൂട് ഇതാ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. തേനീച്ചകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് വേറൊരു കൂട് തുറന്നിട്ട് ഇതിനെ സ്ട്രെങ്താക്കി എടുക്കേണ്ടതുണ്ട്. ഞാൻ വെറുതെ തുറന്ന് നോക്കിയത്. അതാ റാണി, വളരെ ചെറിയൊരു റാണി, ചെറിയ റാണിയാണ് പോകുന്നത്. വളരെ ചെറിയ റാണി, പുതിയ റാണി. ആരോഗ്യം ഇതിന് വളരെ കുറവാണ് കേട്ടോ. റാണിക്ക് ആരോഗ്യം വളരെ കുറവാണ്. കണ്ടോ, റാണിയുടെ ആരോഗ്യം വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം ചെറിയ റാണി, അതുണ്ടോ, ചെറിയ റാണി. സാധാരണയുള്ള റാണി ഇത് റാണിയല്ലേ, ഇത് റാണിയല്ല, സോറി. ഇതെല്ലാം റാണിയുണ്ടല്ലോ, മുട്ട കാണുന്നുണ്ടല്ലോ, അത് റാണിയല്ല, ഇത് കുഞ്ഞീച്ചയാണ് കേട്ടോ. റാണിയെപ്പോലെ ഇരിക്കുന്ന കുഞ്ഞീച്ച. ഇത് റാണിയെ കാണുന്നില്ല. റാണീൻ്റെ അടിയിലുണ്ട് എന്ന് ഉറപ്പാ. ഇതാണോ റാണി? ഇത് റാണിയെപ്പോലെ ഇരിക്കുന്ന കുഞ്ഞീച്ചകളാണ് കേട്ടോ. റാണീനെ പോലെ ഇരിക്കുന്ന കുഞ്ഞീച്ച ഉണ്ടോ? റാണി ഇതിനകത്ത് എവിടെയോ ഉണ്ട്. കണ്ടില്ലേ? അതായത് ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് ഞാൻ കട്ടായം പറഞ്ഞതാണ്. കാരണം എന്താ, റാണിസെല്ലില്ലാതെ ചെറുതേനീച്ചക്കൂട് വിജയിക്കില്ല എന്ന് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ തെറ്റാണ്. റാണിസെല്ലില്ലെങ്കിലും ചെറുതേനീച്ചക്കൂടിനെ റാണിനെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ചെറുതേനീച്ചക്കൂട് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഒരു 3-4-5 പരാജയത്തിന് ശേഷമാണ് ഇവസാനം വിജയത്തിൻ്റെ മധുരം ഇവിടെ നുണഞ്ഞിരിക്കുന്നത്. താങ്ക് യു.